റെഡിയായി. അപ്പൊ നമുക്ക് പോയാലോ? ഈ സാരിയുടെ ബ്ലൗസ് തന്നെയാണ് ഇത്, പക്ഷെ ഞാൻ മുന്നേ പെയർ ചെയ്തതുകൊണ്ട് എനിക്കൊരു സങ്കടം. അന്നത്തെ പോലെ തന്നെ ഇന്നും കാണാം. പക്ഷെ നമുക്കൊന്ന് മാറ്റിയാലോ? സേഫ് ആയിട്ട് വയറ്റിൽ പിടിക്കാം. ക്രോഷ്യറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ. അതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇത് സ്ട്രെച്ചബിൾ ആണ്. ഡെലിവറിക്ക് ശേഷം ഒരുപാട് ബ്ലൗസുകൾ പാകല്ല. ആ സമയത്താണ് ഇവന്റെ വരവ്. ജീമ്പൂമ്പ കണ്ടോ, ബ്ലൗസ് മാറി. ക്രോഷ്യറ്റിൽ ചെയ്ത അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ചെയ്ത വർക്കിന്റെ ഒന്നും ഒരു ഫാനേ അല്ല ഞാൻ. പക്ഷെ ഇത് വേറെ ഇതേന്റെ ശേഷം ഫാനായിട്ട് മാറി. ഈ ഒരു കെട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഭംഗിയിലെ കാണാൻ. പക്ഷെ എനിക്ക് പ്രിയപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ ഉടുപ്പ് ഇടുമ്പോ കിളിക്ക് ഏറ്റവും പ്രശ്നം ഈ മേൽഭാഗം, അവിടെ മുഖമൊക്കെ തട്ടുന്ന ഭാഗം കംഫർട്ട് ആവാതിരിക്കുമ്പോ അവൾക്ക് ദേഷ്യം വരും. പക്ഷെ ഈ ഉടുപ്പ് അങ്ങനെയല്ല കേട്ടോ. മേലെ ക്രോഷ്യറ്റ് വന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര കംഫർട്ടാണ്. താഴെ കൊടുത്തിരിക്കുന്ന നെറ്റും അവൾക്ക് കംഫർട്ടാണ്. നല്ല മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച കൈകളാണ് കേട്ടോ ഇത്. അരുൺ ചെയ്ത വർക്കുകൾ അത് രണ്ടും. ഞാൻ അരുണിന്റെ പേജ് ഇവിടെ കൊടുക്കാട്ടോ. എനിക്ക് ഇതിലൊരു ബ്ലാക്കിലും കൂടി ചെയ്യിപ്പിക്കണം എന്നുണ്ട്, കാരണം അത്രയും കംഫർട്ടാണ് ബ്ലൗസ്. അപ്പൊ നിങ്ങൾക്കും കസ്റ്റമൈസ് ചെയ്യണം ഇങ്ങനത്തെ എന്തെങ്കിലും ബ്ലൗസ് അതുപോലെ ഫ്രോക്ക് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളൂ പേജ്. അരുണായിട്ട് ഒന്ന് കണക്ട് ചെയ്തോളൂ. വണ്ണം വെച്ച് കഴിഞ്ഞാലും ബ്ലൗസ് പാകാവൂട്ടോ, അതാണ് ഹൈലൈറ്റ്.